എനിക്ക് പലപ്പോഴും ഈ സ്ഥാപനത്തോട് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പം എന്താണെന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ ഈ COA എന്ന ഈ സ്ഥാപനത്തിന്, ഇത്രയധികം കേബിൾ ഓപ്പറേറ്റേഴ്സ് പങ്കെടുക്കുന്ന ഈ സ്ഥാപനത്തിന് ഒരു മികച്ച വ്യവസായ സംരംഭമായി ഇതിനെ കൊണ്ടുപോകാം. ടെലിവിഷൻ ചാനലുകളൊക്കെ വിതരണം ചെയ്യുക, ഇൻ്റർനെറ്റ് വഴി ഡേറ്റകൾ ആളുകളിലേക്ക് എത്തിക്കുക, ഇൻ്റർനെറ്റ് കണക്ഷൻസ് കൊടുക്കുക, ഇതൊക്കെ ചെയ്ത് ലാഭമുണ്ടാക്കി ഒരു വലിയ സ്ഥാപനമായി മാറ്റാൻ കഴിയും. എന്നാൽ ഇവർ ചെയ്യുന്നത് ഇതല്ല. ജനങ്ങളിലേക്ക് ഇറങ്ങുകയും അവരുടെ ജീവിതത്തിൻ്റെ ചൂടും ചൂരും സ്വന്തമാക്കുകയും കനലുകൾ കൊണ്ട് പൊള്ളുന്ന ജീവിതത്തെ നെഞ്ചോടടുപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു സംസ്കാര രീതിക്കാണ് COA എന്നും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഒരുപാട് കുത്തകകൾ അടക്കി വാഴുന്ന സ്ഥലമാണിത്. എൻ്റെ ഒരു എക്കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു കേരളത്തിലൊരു ടെലിവിഷൻ ശൃംഖല കൊണ്ടുവരണം എന്നത്. ആ ടെലിവിഷൻ ശൃംഖല നിങ്ങളുടെ എല്ലാം വീടുകളിൽ എത്തിക്കുകയും പലപ്പോഴും പണമൊന്നും തരാൻ കഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ യാതൊരു വൈഷമ്യവും കൂടാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മളോട് സഹകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ കേരളത്തിലെ കേബിൾ ശൃംഖലയാണ് COA. ഒരിക്കലും എൻ്റെ മാധ്യമ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്തവരും ഇവർ തന്നെയാണ്. കാരണം എപ്പോഴും എല്ലാ സ്ഥലത്തും ഈ COAയുടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകാറുണ്ട്. ഒരിക്കലും എൻ്റെ വീട്ടിലെ ഒരു അംഗം എന്നോട് ചോദിച്ചു, ഈ COA ആയിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധം എവരുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനോടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ വിളിച്ചാൽ ഞാൻ പോകും. ഇവിടെയും തിരൂരിലും ഞാൻ അങ്ങനെയാണ് എത്തിയത്, എറണാകുളത്ത് നിന്ന്. ഇവിടെ ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ കൊച്ചി നഗരത്തിൽ നിന്ന് ഇവിടെ എത്തിയത്. വിജയകൃഷ്ണനും അബൂബക്കർ സിദ്ദിഖിയും ഒക്കെ എനിക്കെൻ്റെ സഹോദരങ്ങളെ പോലെയാണ്. ഈ കേരള വിഷനിലുള്ള എല്ലാ ആളുകളും എനിക്ക് നേരിട്ടറിയാവുന്നവരും ഒരുപക്ഷെ എനിക്ക് പേരിട്ട് വിളിക്കാൻ കഴിയുന്നവരുമാണ്. ഇവരുടെ ഈ സംരംഭം, കേരള വിഷൻ എന്ന് പറയുന്ന ഈ വലിയ സ്ഥാപനം, ഈ COA എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട കേബിൾ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറി എന്നുള്ള സന്തോഷ വാർത്ത വിജയകൃഷ്ണൻ ഇപ്പോൾ ഞാനുമായി പങ്കുവച്ചു. കേരളത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്താണ്, 25 ലക്ഷത്തോളം കണക്ഷനുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ COAയ്ക്ക് ജനങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കേബിൾ ഓപ്പറേറ്ററുമായി നിങ്ങൾക്കുള്ള ബന്ധമല്ല കേരള വിഷനുമായിട്ടുള്ളത്. അതുതന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വലിപ്പവും മാഹാത്മ്യവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷേ 24 എന്ന വാർത്താ ചാനൽ ഈ അടുത്തിടെ 24 കണക്റ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ അടുത്ത 3 വർഷം കൊണ്ട് 1 കോടി ജനങ്ങളെ അംഗങ്ങളാക്കുകയും ഉള്ളവൻ്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുകയും ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലൊരു ആത്മബന്ധം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വലിയ കുട നിവർത്താനാണ് ഫ്ലവേഴ്സിൻ്റെ ഗ്രൂപ്പ് നെറ്റ്വർക്ക് ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് കേരള വിഷനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് പ്രക്ഷേപണം ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റും. ഒരു ടെലിവിഷൻ അവതാരകനാകാൻ ആർക്കും കഴിയും. എന്നാൽ അയലത്ത് താമസിക്കുന്ന കുഞ്ഞിരാമൻ ചേട്ടൻ്റെ കണ്ണീരൊപ്പാൻ കഴിയുന്നത് ഒരു പ്രക്ഷേപകൻ്റെ ജീവിതത്തിന് അപ്പുറമാണ് എന്ന് വിശ്വസിക്കുന്ന എന്നെപ്പോലെയുള്ള 100 കണക്കിന് മാധ്യമപ്രവർത്തകരുടെ ശൃംഖലയാണിപ്പോൾ ഫ്ലവേഴ്സും 24ഉം. നമുക്ക് അറിയുന്നത് പോലെ ഈ കോവിഡ് കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 2020 2 കൊല്ലക്കാലം ഈ മഹാമാരി നമ്മളെ അടക്കി വാണു. നമ്മൾ അയൽവാസിക്ക് നേരെ വാതിലുകൾ കൊട്ടിയടച്ചു. പുറത്തുള്ളവനെ നോക്കാൻ നമ്മൾ മടിച്ചു. രാപകലോളം അധ്വാനിച്ച് ആശുപത്രിയിൽ നിന്ന് വരുന്ന നഴ്സസിനെ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ കയറ്റാൻ നമ്മൾ മടി കാണിച്ചു. അവർക്ക് മുന്നിൽ നമ്മൾ വാതിലുകൾ കൊട്ടിയടച്ചു. ആ കാലത്ത് കോവിഡ് എന്ന് കേട്ടാൽ, കൊറോണ വൈറസ് എന്ന് കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോകുന്ന സമയത്ത് ഫ്ലവേഴ്സിൻ്റെ കുറച്ചധികം പ്രവർത്തകർ മരുന്നും ഭക്ഷണവുമായി കേരളത്തിൻ്റെ വിദൂര ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു. മരണം പൊന്തക്കാടുകളിൽ നിന്ന് കുതിച്ചു ചാടുമോ തോന്നിയ മലയോര ഗ്രാമങ്ങളിൽ പോലും ഇവർ കടന്നു ചെന്നു. സ്വന്തം ജീവന് നിലനിൽപ്പുണ്ടാകുമോ എന്നുള്ള അപകടത്തെ അവഗണിച്ചുകൊണ്ടാണ് അവരോടൊക്കെ ചെന്നത്. ഇന്നും അത് തുടരുന്നുണ്ട്. എത്ര പേർക്കറിയാം അത്?
കാരണം ഇതൊന്നും പരസ്യപ്പെടുത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ പണമുണ്ടാക്കുക നമ്മുടെ ലക്ഷ്യമല്ല. ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കറിയുമെന്നറിയില്ല, 1500 കോടിയിലധികം വിറ്റുവരവുള്ള 2600 മലയാളികൾ ഇന്ത്യക്ക് വെളിയിൽ ജീവിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേരെ അറിയാം? നമുക്കൊരു യൂസഫ് അലി അറിയുമായിരിക്കും, നമുക്കൊരു ഡോക്ടർ എബിപ്പിളെ അറിയുമായിരിക്കും. എന്നാൽ അതിനപ്പുറമുള്ള ഈ ആളുകൾ നിശബ്ദരായി ലോകത്തിൻ്റെ ഈ ഭൂമണ്ഡലത്തിൻ്റെ എവിടെയൊക്കെയോ താമസിക്കുന്ന ഈ വലിയ സംരംഭകരെ സംഘടിപ്പിച്ചൊരു കുട നിവർത്തിയാൽ നമ്മുടെ നാട്ടിൽ ഈ സർക്കാർ ആശുപത്രികളിലൊക്കെ പോയി മരുന്ന് കിട്ടാതെ ഉഴലുന്ന അനേകായിരങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയും എന്ന് തോന്നിയൊരു ചിന്തയിൽ നിന്നാണ് 24 കണക്റ്റിൻ്റെ പിറവി. തീർച്ചയായിട്ടും നമ്മളതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും 24 കണക്റ്റ് പറന്നിറങ്ങും. ഇതുകൊണ്ട് എന്തെങ്കിലും വാണിജ്യ നേട്ടമുണ്ടാകുമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. എനിക്കിപ്പോൾ 64 വയസ്സായി. 6-7 വർഷം കൂടെ കഴിയുമ്പോൾ ഞാൻ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മടങ്ങുമ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കില്ലേ, നീ ഈ നാട്ടിൽ എന്താ ചെയ്തതെന്ന്? അല്ലെങ്കിൽ നമ്മളെ അവസാന ഊർധനെടുക്കുന്നൊരു നേരമുണ്ടല്ലോ, ഒരു 10 സെക്കൻഡ് നേരമുണ്ട് ചാക്കാലയ്ക്ക് മുമ്പ്. ആ 10 സെക്കൻഡ് നേരം ഉപബോധ മനസ്സ് നമ്മോട് തന്നെ ചോദിക്കും, നീ എന്താണ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയതെന്ന്. അന്ന് പറയാൻ 1-2 കാര്യങ്ങൾ നമ്മൾ ബാക്കി വയ്ക്കണം. ആ ബാക്കി വയ്ക്കുന്നതിലൊന്ന് 24 കണക്റ്റായിരിക്കും ഞാൻ. അതാണ് എൻ്റെ ആഗ്രഹവും ഇപ്പോഴെന്നെ നയിക്കുന്ന ആവേശവും. ഈ 24 കണക്റ്റ് പോലെയുള്ള ഒരുപാട് സംരംഭങ്ങൾ, ഇവിടെ സിദ്ദിഖ് ജി പറഞ്ഞതുപോലെ മരക്കൊമ്പിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നു കൊണ്ട് ഇൻ്റർനെറ്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ച കുട്ടികൾക്ക് പരിഹാരാർത്ഥം K-ഫോണിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനെറ്റ് നൽകാൻ ഇവർ തയ്യാറായിട്ടുണ്ട്. സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കുത്തകയും കേരള വിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കേരള വിഷന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളുടെ നാടിയിടിപ്പ് മനസ്സിലാവും, അവിടെ ഹൃദയസ്പന്ദനത്തിൻ്റെ താളം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകും. മറ്റവർക്ക് ഇവരുടെ അവതാളം മാത്രമേ മനസ്സിലാകൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം സംരംഭങ്ങളെ, നമ്മുടെ തോളിൽ കയറ്റി നടക്കുന്ന ആളുകൾ കൊണ്ടു നടക്കുന്ന കേരള വിഷനെ പോലുള്ള സംരംഭങ്ങൾക്കായിരിക്കണം നമ്മൾ പിൻബലം നൽകേണ്ടതും പിന്തുണയ്ക്കേണ്ടതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, VC എന്നോട് പറയുകയായിരുന്നു, രാവിലെയൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പം 24 ഒക്കെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കാറുണ്ട്, പണിയൊക്കെ അങ്ങനെ നടക്കുമെന്ന്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ വരുമ്പോൾ എന്നെ ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, അലോസരപ്പെടുന്ന ഒരുപാട് വാർത്തകൾ രാവിലെ പെയ്തിറങ്ങും. നമ്മുടെ സർവ്വ മനസാന്നിധ്യവും നഷ്ടപ്പെട്ടു പോകുന്ന വാർത്തകൾ. മകളെ അച്ഛൻ കുത്തിക്കൊലപ്പെടുത്തി, അച്ഛനെ മകൾ കുത്തിക്കൊലപ്പെടുത്തി, അയൽവാസിയെ 16 കുത്തി കൊന്നു. ഇങ്ങനെയുള്ള എത്രയെത്ര കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഞാൻ പലപ്പോഴും ഉറക്കം വരാത്ത രാത്രികൾ ആലോചിച്ചിട്ടുണ്ട്. അതായത് സ്നേഹബന്ധത്തിൻ്റെ ഒരു പൊക്കിൾ കൊടിയുടെ താമര നൂല് പരസ്പരം ചുറ്റിപ്പിണഞ്ഞു കിടന്നൊരു മലയാളി ജനസമൂഹത്തിന് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്ന്. പരസ്പരം വാത്സല്യത്തോടെ കെട്ടിപ്പുണരാനും സ്നേഹിക്കാനും നമുക്ക് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? തൊട്ട അയൽവാസിക്ക് നേരെ കഠാരെ കുത്തി ഇറക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഈ മലയാളി സ്വന്തമാക്കുന്നത്? ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്ന ഏറ്റവും വലിയ അപരാധമാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോവിഡ് കാലത്ത് നമ്മൾ വാതിലുകൾ കൊട്ടിയടച്ചു. അയൽവാസിയോട് നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അപകടം. 24ഉം ഫ്ലവേഴ്സും ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും കേരളത്തിലെ പല കുട്ടികൾക്കും സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. പലരുടെയും പിൻബലത്തോടെ പല സ്പോൺസർമാരും ഉണ്ടായിരുന്നു. ഈ സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ഒരു സ്ഥലത്ത് പരാജയപ്പെട്ടു പോയി. ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകളിലേക്ക് ചേക്കേറാൻ കുട്ടികളെ അനുവദിക്കരുത്, അത് ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ മറന്നു. കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ അകത്ത് മുറിയിലിരുന്ന് കുറ്റിയിട്ടു. അവരവരുടെ ലോകത്ത് സഞ്ചരിക്കുകയാണ്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, പറയുമ്പോൾ എനിക്കൊരു ജാള്യതയുണ്ട് കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. ഈയിടെ ഒരു ലേഡി അധ്യാപിക എന്നോട് പറയുകയായിരുന്നു, സാരി ഉടുത്തായിരുന്നു അവർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിരുന്നത്. ഇന്ന് അവർക്ക് ഭയങ്കര പേടിയാണ് കുട്ടികളെ. അവരിന്ന് ചുരിദാർ മാത്രമേ ഇടൂ. നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുമല്ലോ. ടീച്ചറിനെ പോലും മറ്റൊരു ദൃഷ്ടിയോടെ നോക്കാൻ കഴിയുന്ന കുട്ടികളിപ്പോൾ ക്ലാസ് മുറികളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈയിടെ എൻ്റെ ഒരു ഡ്രൈവറെ ഉപദേശിച്ചൊരു കാര്യം നിങ്ങളോട് പറയാം.
രാത്രിയിലൊക്കെ നിങ്ങൾ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ആരെങ്കിലും വണ്ടിയിലൊന്ന് തട്ടിയാൽ നിങ്ങൾ സംസാരിക്കാൻ പോലും പോകരുത്, അവൻ കത്തിയെടുത്ത് കുത്തും നിങ്ങളെ. പണ്ട് നമുക്ക് വാക്കേറ്റം ഉണ്ടാകാമായിരുന്നു, കയ്യാങ്കളി വരില്ലായിരുന്നു. ഇന്ന് വാക്കേറ്റത്തിന് മുമ്പേ കയ്യാങ്കളി യാത്ര തുടങ്ങും. ചിലപ്പം ജീവിതം പോയി എന്ന് വരാം. നടു റോഡിൽ ഒരാൾ വണ്ടി ഇടിച്ച് കിടക്കുന്ന കണ്ടാൽ വണ്ടി നിർത്താൻ ധൈര്യം കാണിക്കുന്ന എത്ര ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും പ്രശ്നമില്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോറായിക്കോട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കൊണ്ട് ഈ നാട് പൊറുതിമുട്ടി തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു സാമൂഹിക അവബോധം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു. നമ്മുടെ കുട്ടികൾ, നിങ്ങൾക്കറിയുമെന്നറിയില്ല, കോവിഡിൻ്റെ കാലം കഴിഞ്ഞു, ലോകമെമ്പാടും പരിഭ്രാന്തിയിൽപ്പെട്ടുപോയ ആ കാലവും കടന്നുപോയി. ഇനി നമ്മൾ ധൈര്യമായി കുട്ടികൾ അടച്ചിടുന്ന വാതിലുകൾ തള്ളി തുറക്കണം. കുട്ടികളെ വലവീശി പിടിക്കാനുള്ള അന്തർദേശീയ മാഫിയ സംഘങ്ങൾ നമ്മുടെ നഗരങ്ങളിൽ പതിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എക്സൈസ് കമ്മീഷണർമാരോട് ചോദിച്ചു നോക്കൂ. ലഹരി പിടിപ്പിക്കുവാനും സ്കൂൾ കുട്ടികളെ പോലും വാഹകരാക്കുവാനും, കാരിയർമാർ എന്നവർ വിളിക്കുന്ന വാഹകരാക്കുവാനും പണിപ്പെടുന്ന വലിയൊരു മാഫിയ സംഘം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പതിയിരിക്കുന്നു. കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയാൽ, കോളേജിലേക്ക് പോയാൽ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഒന്ന് തിരിച്ചറിയുക. വർഷത്തിലൊരിക്കൽ PTA മീറ്റിങ്ങിന് മാത്രം പോകുന്നതാകരുത് നിങ്ങളുടെ ചുമതല. നിങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെ തിരക്കണം. അവരെന്താണ് ചെയ്യുന്നത്? അവൻ എല്ലാ ദിവസവും താമസിച്ച് വീടുകളിലേക്ക് വന്ന് കയറുന്നുവെങ്കിൽ, ഇത് പെൺകുട്ടികൾക്കും ബാധകമാണ്, വന്ന് കയറുന്നുവെങ്കിൽ എന്തിനവൻ താമസിക്കുന്നു, അവൻ എവിടെയാണ് ഇടവേള എടുക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത്രയും അപകടം പിടിച്ചൊരു സമൂഹമാണ് ഈ കേരളത്തിൽ വളരുന്നത്. ഈ അടുത്തിടെ മണക്കാടുള്ള ഒരു തിരുവനന്തപുരത്തെ മണക്കാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഒരു ഹെഡ്മിസ്ട്രസ് എന്നെ ഫോൺ ചെയ്തു. ഐസ്ക്രീം വിൽക്കുന്നു എന്ന നാട്യത്തിൽ ഒരു സംഘം ആളുകൾ അവിടെ LSDയും ചരസും കഞ്ചാവും MDMA ഒക്കെ വിൽക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അധ്യാപകർ ചോദിക്കുന്നത്. ഇത്തരം മാഫിയ സംഘങ്ങളോട് ഏറ്റുമുട്ടാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. സർക്കാരിൻ്റെ കരുത്തിന് മാത്രമേ ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയൂ. നിർഭാഗ്യവശാൽ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ മുളപൊട്ടുന്ന ഒരു സംസ്ഥാനത്ത് കുട്ടികളെ ലഹരിമുക്തമാക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പാക്കാനുള്ള സമയവും സാവകാശവും പലപ്പോഴും അധികാരി വർഗത്തിന് കഴിയുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയോട്, തലസ്ഥാന നഗരിയിലുള്ളൊരു കുട്ടിയോട് ISROയുടെ വെബ്സൈറ്റ് തകർക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞൊരു സംഘം കൂടി. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് തകർക്കുന്നതൊന്നും സാധ്യമല്ല. അത്ര സുരക്ഷിതമായിട്ടാണ് ISRO പ്രവർത്തിക്കുന്നത്. മാത്രവുമല്ല, നാസ പോലെയുള്ള ലോക പ്രശസ്തരായ വിഖ്യാത സയൻസ് കേന്ദ്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ശാസ്ത്രശാഖ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ISRO ഒക്കെ ഏറ്റവും വലിയ വാണിജ്യ സ്ഥാപനം കൂടിയായി മാറിയിരിക്കുന്നു. കോടിക്കണക്കിനൊരു ലാഭമുണ്ടാക്കാൻ നമ്മളുടെ ശാസ്ത്ര പരീക്ഷണങ്ങൾ സഹായിക്കുമെന്ന് ISRO തെളിയിക്കുന്ന കാലത്താണ് ഇങ്ങനെയൊരു മണ്ടത്തരം ഒരാൾ പറയുന്നത്. ഈ കുട്ടി വിശ്വസിച്ചു. ISROയുടെ സെക്യൂരിറ്റി പോയിൻ്റ് അതേ രീതിയിലെങ്ങാണ്ട് കടന്നുപോയി. അവസാനം ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഞങ്ങൾ പറയുന്ന പരിപാടിക്ക് നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളിത് പോലീസിനെ അറിയിച്ച് നിന്നെ അറസ്റ്റ് ചെയ്യിക്കും എന്നാണ് ആ സംഘം പറയുന്നത്. നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുരുന്നുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ അനാവശ്യമായ ടെൻഷനിൽ ചുറ്റിത്തിരിയുന്നുവെങ്കിൽ എന്താണ് അവനെ അലട്ടുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക തന്നെ വേണം. എന്നോടൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്, വളർത്തുദോഷമാണ് സാറേ. അങ്ങനെ ഒരു സംഭവമില്ല. വളർത്തുദോഷം എന്ന് പറയുന്നത്, ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വളർന്നയാളാണ്. നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഞാനൊരു സിവിൽ സർവീസ് ഓഫീസറാകും, ഒരു IASകാരനാകും എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തീക്കൊള്ളി കൊണ്ട് നിങ്ങളൊരു ലക്ഷ്യം എഴുതി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അവിടെ എത്തും. അവിടെ ഒരു രക്ഷകർത്താവിനും സാധ്യതയില്ല. നിങ്ങളാണ് പാഠപുസ്തകങ്ങളിൽ സമയം ചെലവഴിക്കേണ്ടതും അവിടേക്കുള്ള യാത്ര തുടരേണ്ടതും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. ഒന്ന്, ഈ തീരുമാനമെടുക്കുന്നത് കൊണ്ട് താൽക്കാലിക ലാഭമാണോ എനിക്കുണ്ടാകുന്നത്, അതോ ദീർഘകാല നേട്ടമാണോ? ജീവിതത്തിലുടനീളം നേട്ടങ്ങൾ കൈവരിക്കാനാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പ്ലാനിലേക്ക് പോകാവൂ. ആദ്യത്തെ പ്ലാൻ നിങ്ങളെ തളർത്താൻ പാടില്ല. നിങ്ങൾക്ക്
സംഘബലമുണ്ട് എന്നെനിക്കറിയാം. കുട്ടികൾക്ക് സംഘബലമുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രമല്ല, മലയാള സിനിമാ രംഗത്തെ താരനിരകളിൽ പോലും ഇത്തരം ലഹരിക്ക് അടിമയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ചിലതൊക്കെ നമുക്ക് തുറന്നു പറയാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ ടെലിവിഷൻ സ്ക്രീനിൽ നിൽക്കുമ്പോൾ എനിക്കെൻ്റെ നിയന്ത്രണം വിട്ടുപോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പറയാൻ കഴിയില്ല. കാരണം കോടതിയിൽ പോയാൽ മാനനഷ്ടങ്ങൾ ഫയൽ ചെയ്താൽ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. മാനനഷ്ടം ഫയൽ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ആലോചിച്ചു കൊള്ളണം, ആദ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരു മാനമുണ്ടെന്ന് കോടതിയിൽ തെളിയിക്കേണ്ടി വരും. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ മാനമേ ഇല്ലെങ്കിൽ എന്ത് മാനനഷ്ട കേസാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക? എനിക്കൊക്കെ എല്ലാം കൂടി ഇപ്പോൾ ഒരു 10-34 കേസ് നിലവിലുണ്ട്. ഈ കേസുകളുമായിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ തുടരേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രക്ഷേപണം ചെയ്യുന്നതിൻ്റെ കേസുകളാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഈ പ്രക്ഷേപകൻ്റെ ജീവിതം എപ്പോഴും ഒരുപാട് വെല്ലുവിളികൾക്ക് നടുവിലാണ്. പക്ഷെ നമ്മൾ ഈ വെല്ലുവിളികളെ ഭയന്ന് മാളത്തിൽ ഒളിച്ചിരുന്നാലോ നമുക്കതിന് കഴിയത്തുമില്ല. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം, ഒരാളിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് അപ്രിയമായി തോന്നുന്ന കാര്യങ്ങൾ പറയാനുള്ള കരുത്ത് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകൻ്റെ കുപ്പായമിടരുത് എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു 38-40 കൊല്ലമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഈ കട്ടിങ് ഷേവിങ്ങുമായിട്ട് ഇത്രയും കാലം പോയി. ഈ അടുത്തിടെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾക്കിനി കഷ്ടിച്ചു വന്നാൽ ഒരു 5-6 കൊല്ലം കൂടി മാത്രമേ ടെലിവിഷൻ നിൽക്കാൻ കഴിയൂ. ഈ 6 കൊല്ലം കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് നേടിയത് എന്നൊരാൾ ചോദിച്ചാൽ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എന്ത് കുറിക്കുമെന്ന് ചോദിച്ചു. ഞാൻ 1 സെക്കൻഡ് ഒന്ന് അമ്പരന്ന് പോയി. അങ്ങനെ ഒരു ചോദ്യം ഞാൻ അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ എൻ്റെ അവതാര ലക്ഷ്യം തന്നെ അപ്രിയമായ ചില വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരിക്കണം. അല്ലെങ്കിൽ എന്തിനായിരുന്നു ഞാൻ ഈ മണ്ണിൽ പിറവി കൊണ്ടത്? അത് ഞാൻ എൻ്റെ ബാലൻസ് ഷീറ്റിൽ എഴുതിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ജീവിതത്തിൽ ആർഭാടങ്ങൾ ഉണ്ടാക്കുക, ജീവിതത്തിൽ മണിസൗധങ്ങൾ പൊക്കിക്കെട്ടുക, ഒരുപാട് സമ്പത്ത് ബാങ്കിൽ കുമിഞ്ഞുകൂടുക, ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ ഈ പണത്തിനൊക്കെ അപ്പുറം ഒരു ലോകമുണ്ട്. അതിനൊന്നും ഒരു വിലയുമില്ലാത്തൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടി നോട്ട് തന്നെ നിരോധിച്ച് കളഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അതിലൊരു കാര്യവുമില്ല. നമ്മൾ എപ്പോഴും നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഉയരങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾ. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ യത്നം അതിന് എത്രമാത്രമുണ്ട്, നിങ്ങളുടെ അധ്വാനം എത്രമാത്രമുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, കഠിനമായ ഒരു അധ്വാനിക്കുന്ന ഒരാളിന് പരമമായ ജീവിത ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അയാൾ ഇന്നല്ലെങ്കിൽ നാളെ ആ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുക. ഇവിടെ ഈ പുരസ്കാരങ്ങളൊക്കെ വാങ്ങിച്ച ചെറിയ കാര്യമല്ലത് കേട്ടോ. കാരണം എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയ ഒരു പുരസ്കാരം പോലും എൻ്റെ അലമാരയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതൊക്കെ വലിയൊരു, നമ്മൾ ചെറിയ പ്രായത്തിൽ കിട്ടുന്ന ഒരു ചെറിയ അംഗീകാരം പോലും നമ്മളെ വലിയ വലിയ അത്ഭുതപ്പെടുത്തും. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് മലയാള മനോരമ ദിനപത്രത്തിൽ ഞാൻ കോവിലിനെ കുറിച്ചൊരു ലേഖനം എഴുതി, ഞായറാഴ്ച പതിപ്പിൽ. ഈ ലേഖനം പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞ് അതിൻ്റെ പത്രാധിപരായ തോമസ് ജേക്കബ് സാർ എനിക്കൊരു കത്തെഴുതി. 300 രൂപ നിങ്ങൾക്ക് പ്രതിഫലം അയക്കുന്നു, പച്ചമഷിയിലധികം പേന വെച്ച് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഭാഷ കൊള്ളാം, നിങ്ങൾ എഴുതണം എന്ന്. കുറേ കൊല്ലങ്ങൾ കഴിയുന്നു. ഒരിക്കൽ ഏഷ്യാനിലെ നമ്മൾ തമ്മിൽ ഫ്ലോറിലേക്ക് തോമസ് ജേക്കബ് സാർ കടന്നു വരുന്നു. സാറ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കെന്നെ പരിചയം കാണില്ല, ഞാൻ തോമസ് ജേക്കബാണ്, മലയാള മനോരമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ 18 കൊല്ലത്തിനു മുമ്പ് അയച്ചൊരു കത്ത് ഇപ്പോഴും എൻ്റെ ഫയലിലുണ്ട് എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു അത്? അങ്ങനെ പേടിച്ചു പോയി, എന്നെ ചീത്ത വിളിച്ചിട്ട് വല്ല കത്തയച്ചതാണോ എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങ് എൻ്റെ ഭാഷ കൊള്ളാം, നന്നാവും, നന്നായി എഴുതണം എന്ന് പറഞ്ഞ ആ കത്ത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് 1000 സൂര്യൻ ഉദിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അതിനേക്കാൾ സൂര്യൻ എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ട് അന്ന് ആ കത്ത് കിട്ടിയപ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ചെറിയ ചെറിയ അംഗീകാരങ്ങൾ പോലും നമ്മളെ സന്തോഷിപ്പിക്കുമെന്നത് വലിയ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ശാസ്ത്രം വല്ലാതെ വളരുകയാണ്. സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകണം. നമ്മുടെ ആളുകൾ പലതും അറിയാതെ പലതും പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ കേട്ടതാണ്, നമ്മുടെ VC ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഡോക്ടർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ മന്ത്രി ഞാൻ എവിടെ പോയാലും വീടെൻ്റെ തലയിലുണ്ടാകും എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് തെറ്റാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുകയാണ്. അവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, 7ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ തകർത്തെറിയുകയാണ്. നിങ്ങൾ അറിയണം ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഡോക്ടർ ബിന്ദു എന്ന് പറയുന്നയാൾ
ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടുകയും തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD കരസ്ഥമാക്കുകയൊക്കെ ചെയ്ത ഒരാളിന് ലെവലേശം വിവരമില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ആളുകൾ ചെറുപ്പക്കാർ എഴുതി പിടിപ്പിക്കുകയാണ്. അത് ജീവിതത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ പോലും ഒരുപാട് കരിവാരി തേക്കുകയാണ്, അവരെ വലിച്ചൊട്ടിച്ച് കീറുകയാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. അതിലൊരു പ്രത്യേക സുഖം മലയാളി ഇന്ന് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഒരുപാട് മാറേണ്ട ഒരു ജനസമൂഹമാണെന്ന് ഞാൻ അടിവരയിട്ട് പറയും. ഞാനിപ്പോൾ വഴിയെ പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, എന്താ മുഖത്തൊരു വിഷമം? എൻ്റെ 50,000 രൂപ കളഞ്ഞുപോയി. നമുക്ക് മനസ്സിലൊരു സന്തോഷം, അവൻ്റെ 50,000 പോയല്ല, 1,00,000 പോകേണ്ടതായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. അതേസമയം നമ്മൾ വിദേശത്തുള്ളൊരു സായിപ്പിനോട് ഇത് പറഞ്ഞു നോക്കുക, അയാൾ എപ്പോഴും അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് നമ്മോട് പറയും, വരൂ വി ക്യാൻ ഗോ ടു ദ പോലീസ് സ്റ്റേഷൻ എന്ന് പറയും. നമ്മളങ്ങനെയാണ്. നമുക്ക് അന്യൻ്റെ ഒരു നാശം ഉണ്ടായാൽ എന്തെന്നില്ലാത്ത ഒരു സുഖം നമ്മുടെ മനസ്സിനെ വല്ലാതെ തണുപ്പിക്കും. നമുക്ക് അയൽവാസി എങ്ങനെയെങ്കിലും ഒരു 3 നില കെട്ടിടം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് രാത്രി മുതൽ ഗവേഷണമാണ്, എന്നാൽ ഇവൻ എങ്ങനെ വീട് വെച്ചു, ഈ 3 നിലയ്ക്കുള്ള കാശ് അവൻ എവിടെ നിന്ന് കിട്ടി? നമ്മൾ ഗവേഷണം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അയാൾ മാടുപോലെ പണിയെടുത്ത് കെട്ടിപ്പൊക്കുകയായിരിക്കും ആ 3 നില. നമുക്ക് ഉറക്കമില്ല, നമ്മൾ പാചവട്ടി കയറുക. ചോദിച്ചാൽ പറയും കൊതുക് കടിച്ചിട്ടാന്ന്. കൊതുകല്ല, അയലത്ത് ആ 3 നില വീട് ഉയർന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ മലയാളികൾ അസൂയയില്ലാത്തവരും കുശുമ്പും കുന്നായ്മയും ഇല്ലാത്തവരുമാണെന്ന് പറയുകയും അന്യൻ്റെ ഉയർച്ചയിൽ ഉറങ്ങാതെ കിടക്കുകയും ചെയ്യുന്ന അനാവശ്യമായ ഒരു സംസ്കാരക ച്യുതി നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ലെവലേശം വിഷമമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരുവൻ്റെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കുകയും അവൻ്റെ വളർച്ചയിൽ നമ്മൾ ആഹ്ലാദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്ത് നല്ലതാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് നമ്മൾ 10 പേജൊക്കെ പറഞ്ഞു കളയും ചിലപ്പം. എന്നാൽ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു വരി പോലും പറയില്ല. നിങ്ങൾക്കറിയുമെന്നും അറിയില്ല, പല പത്രങ്ങളും പല ടെലിവിഷൻ ചാനലുകളും എൻ്റെ പേര് പറയില്ല. കാര്യം ഞാൻ 24ൻ്റെ ചീഫ് എഡിറ്ററാണല്ലോ. എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു പോയാലോ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് യങ്സ്റ്റേഴ്സായ കുട്ടികൾ ബാക്കി ഉണ്ടാവുമല്ലോ. എൻ്റെ അത്യാഹിതം നടന്നു കഴിഞ്ഞാൽ, അതായത് ചാക്കാലയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ മലയാളത്തിലെ പത്രങ്ങളും TV ചാനലും ഒക്കെ കാണണം. ടെലിവിഷനിൽ ഒരു യുഗം അവസാനിക്കുന്നു, ശ്രീകണ്ഠൻ നായർ അന്തരിച്ചു എന്ന് പറഞ്ഞവർ എഴുതും. എന്നിട്ട് 20 പേജൊക്കെ എഴുതി കളയും. ചിലപ്പം അദ്ദേഹത്തിൻ്റെ മൂത്താംകൂടി സംബന്ധം വരെ അന്വേഷിച്ച് അവരെഴുതിയെന്ന് വരും. എന്നാൽ ജീവിച്ചിരുന്ന കാലത്ത് ഇയാൾ കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു പറയാൻ ധൈര്യം കാണിക്കാത്ത അതേ മാധ്യമങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അയാളെ ആടയാഭരണങ്ങൾ കൊണ്ട് മൂടും. അയാൾക്കില്ലാത്ത സവിശേഷതകളുടെ ബഹുമതികൾ അയാളുടെ തലയിൽ കെട്ടിവെക്കും. അയാൾ ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മുഖപ്രസംഗം എഴുതി കളയും. അതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ശോഭിക്കുന്ന മനസ്സിപ്പോൾ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. കുറച്ചധികം കാലമായി. നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്ത് ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഞാൻ 24 സ്ക്രീനിലുണ്ടായിരുന്നു. ഞാൻ കരുതിയത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ ആളുകൾ പരിഭ്രാന്തരായി ഉഴലുമ്പോൾ നമ്മൾ കോവിഡിനെ ഭയന്ന് വീട്ടിലിരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമുക്ക് പരിചയമില്ലാത്തൊരു രോഗാവസ്ഥയായിരുന്നു. എന്നിരുന്നാലും എൻ്റെ ഓഫീസിലുള്ള ധൈര്യമുള്ള ആളുകളെല്ലാം എല്ലാ ദിവസവും ഓഫീസിൽ വരികയും എല്ലാ ദിവസവും രാവിലെ കൊറോണ എന്ന് പറഞ്ഞ കൃമികീടത്തെ നമ്മൾ ചവിട്ടി കടന്നു പോകും, ഈ കാലവും നമ്മൾ കടന്നു പോകും എന്ന് ആളുകൾക്ക് ആത്മവിശ്വാസം നൽകാൻ, ഭയമുള്ളിൽ ചങ്കിടിപ്പോടെ നിവർന്നു വരുമ്പോഴും പൊതുജനങ്ങളിലേക്ക് ഒരാഗ്രഹ അതിരേകത്തിൻ്റെയും ഒരാത്മാർത്ഥതയുടെയും ഒരാത്മവിശ്വാസത്തിൻ്റെയും വെളിച്ചം വിതറി കൊടുക്കാൻ പരമാവധി എല്ലാ ദിവസവും ഞാൻ ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ഗുണമുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നഴ്സിനെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് അകറ്റി അവിടെ താമസിക്കുന്ന ആളുകൾ, കോവിഡ് പരത്തുന്നവളാണവൾ, കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നവളാണവൾ എന്ന് പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ നമ്മൾ 24ൻ്റെ മൈക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, മാധ്യമപ്രവർത്തനം 2 രീതിയിൽ പോകാം. ഈ മാധ്യമം നൽകുന്ന ഒരുപാട് ആർഭാടങ്ങളും സൗകര്യങ്ങളും നമുക്കുണ്ട്. ലക്ഷറി നമുക്ക് കിട്ടും, ഒരുപാട് സൗകര്യങ്ങൾ കിട്ടും, ട്രാൻസ്ഫറുകളും പോസ്റ്റിങ്ങും ഒക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാം. അതാണോ വേണ്ടത്? ചെളിക്കുണ്ടിൽ വീണ് കിടന്നുകൊണ്ട് പാവപ്പെട്ടവൻ്റെ കണ്ണീരിൻ്റെ ശബ്ദമായി നമ്മൾ മാറണോ? രണ്ടാമത്തെ വഴി അപകടം പിടിച്ചതാണ്, ദുർഘടം പിടിച്ച വഴിയാണ്. ഒരുപാട് കേസുകൾ വരും, ഒരുപാട് കപലച്ചട്ടമ്പികളുമായി നമ്മൾ ഏറ്റുമുട്ടിയെന്ന് വരും, ഒരുപാട് നീതി നിഷേധിക്കുന്ന ആളുകളുടെ ചങ്കൂറ്റത്തെ നമ്മൾ വെല്ലുവിളിക്കേണ്ടി വരും. അതൊക്കെ ചെയ്യുന്ന രണ്ടാമത്തെ അപകടം പിടിച്ച വഴിയാണോ വേണ്ടത്? അതല്ല, ലക്ഷറിക്ക് പിന്നാലെ കടന്നുകൂടുന്ന ആദ്യത്തെ സുഖകരമായ വഴിയാണോ വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ. ഞാൻ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും
രണ്ടാമത്തെ വഴിയാക്കാനാണ് എനിക്കിഷ്ടം. ചിലപ്പോഴൊക്കെ കഴിയാതെ പോകുന്നു എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഭൂരിപക്ഷമുള്ളൊരു ജനസംഖ്യയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് ചേക്കേറുന്നുവെന്ന് മന്ത്രി പറഞ്ഞില്ലേ? ഒരുപാട് വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാരുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, 45-50 ലക്ഷം ആളുകൾ ഈ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ പകുതിയിലധികം തുക ശമ്പളമായിട്ട് അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം. തീക്കൊള്ളി കൊണ്ട് നമ്മൾ മനസ്സിൽ എഴുതി സൂക്ഷിക്കേണ്ട കാര്യമാണത്. നമ്മുടെ നാട്ടിലെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഒരു ചായക്കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു സപ്ലയറായിട്ട് നിൽക്കാൻ നമുക്ക് നാണക്കേടാണ്. ഇതേ ആൾ അബുദാബിയിലെ ഒരു ചായക്കടയിൽ ഇത് തന്നെ ചെയ്യും. നിങ്ങൾക്കറിയുന്നില്ല, മലപ്പുറം ജില്ലയിൽ മലയാളം MAക്ക് സെക്കൻഡ് റാങ്ക് വാങ്ങിയ ഒരാൾ ദുബായ് കടപ്പുറത്ത് കപ്പലണ്ടി വിറ്റ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് നാണക്കേടില്ലെന്ന് ചോദിച്ചു. നാണം നശിക്കുന്നത് വരെ ഉള്ളു സാർ എന്നവൻ മറുപടി പറഞ്ഞു. കാരണം ജീവിതം സ്വന്തം മുന്നിൽ വഴിമുട്ടി നീക്കിയപ്പോൾ വീട്ടിൽ ഉപ്പയ്ക്ക് വലിയ ആർഭാടങ്ങളും സൗകര്യങ്ങളും ഉണ്ടെന്ന് ആലോചിക്കാതെ കപ്പലണ്ടിയുടെ കൂടെ അവൻ കയ്യിലെടുത്തു, ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി. ഇത് ഈ നാട്ടിൽ അവന് ചെയ്യാൻ കഴിയുമോ? നമ്മളവനെ വെറുതെ വിടുമോ? വിടില്ല. നമുക്ക് ദുരഭിമാനത്തിൻ്റെ കൂടായിട്ട് മലയാളി സമൂഹം വളരുന്നത് കൊണ്ട് അന്യ സംസ്ഥാനത്തുനിന്ന് ആളുകൾ കൂടി വരികയാണ്. നിങ്ങൾക്കൊരു രഹസ്യം കൂടി കേട്ടോളൂ. അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികളായി ഇവിടെ വരുമ്പോൾ 900 രൂപ ഡെയിലി നമ്മൾ കൊടുത്തിരുന്നിടത്ത് നമ്മൾ 400-450 രൂപയും കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചവരാണ്. ഇന്നവർ 1000 രൂപ ചോദിക്കുകയാണ്. കാരണം റബ്ബർ വെട്ടാൻ നമുക്ക് ആളെ കിട്ടാൻ പറ്റുന്നില്ല, വയലിൽ പണിയെടുക്കാൻ നമുക്ക് ആളെ കിട്ടുന്നില്ല. 1000 രൂപ തരാമെങ്കിൽ മതി സാറേ എന്നവൻ പറഞ്ഞു തുടങ്ങി. അവൻ നാളെ 1500 രൂപയും നമ്മളോട് ചോദിക്കും. കാരണം നമ്മുടെ ആൾക്കാർ പണി ചെയ്യാൻ തയ്യാറല്ലാത്തവരായി മാറിയിരിക്കുന്നു. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്ത ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു ജനസമൂഹമായി നമ്മൾ മാറുന്നു. പല ആളുകളും കാനഡയിലും അമേരിക്കയിലും ഒക്കെ ചേക്കേറുന്നു, അവർ മടങ്ങി വരുന്നില്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ടെൻഷൻ ഫ്രീ ആയ ഒരു ജീവിതം അവർക്കവിടെ ആസ്വദിക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു സംസ്ഥാന സർക്കാർ ഓഫീസിൽ പോയാൽ പോലും നിങ്ങൾക്ക് കടമ്പകൾ കടക്കാൻ വലിയ പാടാണ്. അവിടെ എല്ലാം ഓൺലൈനായി കഴിഞ്ഞു. ശാസ്ത്രം വളരുകയാണ്. ലോകം ഒരു ആഗോള ഗ്രാമമായി മാറുന്നൊരു ചുറ്റുപാടിൽ നമ്മുടെ നാടും ഈ ഗ്രാമത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ ഉണ്ടാകും. ടെലിവിഷനിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനൊക്കെ യന്ത്രം വന്നു തുടങ്ങും. നിങ്ങൾക്കറിയാമോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് അവതാരകരെ സ്ക്രീനിലിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല TV ചാനലുകളും അത് സംപ്രേഷണം ചെയ്തു തുടങ്ങി. ഞാനും ദീപക് ധർമ്മടമൊക്കെ നാളെ വഴിയാധാരമാകാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ ഞാൻ കാണുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ വളരാൻ പോകുന്നത് അത്തരം ശാസ്ത്രം നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ കരുതിയിരിക്കുക. ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരും കാലത്ത് ഉണ്ടായി എന്നും വരും. ഈ ഇവിടെ തന്ന ചെറിയൊരു റെമ്യൂണറേഷനും ചെറിയൊരു പുരസ്കാരവും അതിൻ്റെ വില നിങ്ങൾ കുറച്ച് കാണണ്ട. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഏടിപ്പടികൾ കടന്നു കയറുമ്പോൾ ഈ CEO അല്ലെ കേരള വിഷൻ തിരൂർ യൂണിറ്റ് നൽകിയ ഈ സംഭവം വലിയ കാര്യമായിട്ട് കാണാം. ഇനി ഒരു കാര്യം വാസുവേട്ടനെ കുറിച്ചുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം, തിരൂർ കേബിൾ വിഷൻ അഥവാ TCV എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ആത്മാവും പരമാത്മാവും ഒക്കെയായിരുന്ന ഒരാളാണ് വാസുവേട്ടൻ. വാസുവേട്ടൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർമ്മിക്കുക MD വാസുദേവൻ നായരെ ആയിരിക്കും. പക്ഷേ ഈ വാസുവേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു സുഖമുണ്ട്. നമ്മുടെ അയലത്താരോ, എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഈ വാസുവേട്ടൻ എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പുരസ്കാരം ഇവിടെ വിതരണം ചെയ്യുന്നതും. ആ വാസുവേട്ടനെ ഞാൻ ഓർമ്മിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും തൊടുത്തുവിട്ട ഈ ടെലിവിഷൻ വിപ്ലവം കേരളത്തിൻ്റെ കേബിൾ രംഗത്തും ഇന്ത്യയുടെ കേബിൾ രംഗത്തും വലിയ ഇതിഹാസങ്ങൾ രചിക്കുന്നു എന്നത് അദ്ദേഹത്തിന് എവിടെയിരുന്ന് നോക്കിക്കണ്ട് അദ്ദേഹത്തിന് സന്തോഷിക്കാം, അഭിമാനിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിദ്ദിഖ് ജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൽപ്പിച്ചാണ് ഞാൻ തിരൂർ വന്നത്. അദ്ദേഹം കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, സന്തോഷമാണ്. സ്നേഹപുരസരമായ നിർബന്ധങ്ങൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ചില ആളുകളുണ്ട് കൂടെ പഠിച്ചവരെ പെട്ടെന്ന് മറന്നുപോകും. നിങ്ങളെപ്പോഴും വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഒരാൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ ജീവിതത്തിൽ ഏത് മുനമ്പിൽ വെച്ച് അയാളെ കണ്ടുമുട്ടിയാലും നിങ്ങളയാളെ തിരിച്ചറിയണം. അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. കാരണം
ഒരാൾക്കൊരാളിൻ്റെ കോളേജ് മേറ്റ് ആകുക, ഒരാളിൻ്റെ സ്കൂൾ മേറ്റ് ആകുക, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മാത്രം കിട്ടുന്നൊരു അവകാശവും സ്വാതന്ത്ര്യവുമാണ്. ഈ ക്ലാസ്മേറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം, കുട്ടികൾ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. മതവും ജാതിയും പണവും വർഗവും ഒന്നും നോക്കിയല്ല നിങ്ങളുടെ അടുത്ത ബെഞ്ചിൽ ഇരിക്കുന്ന ശോശാമ്മ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളെ പരിചയപ്പെടുന്നത്, തിരിച്ചറിയുന്നത്. അവിടെ ചിലപ്പോൾ പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അധിപയായി മാറിയിരിക്കും, അധികാരിയായി മാറാം. ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ നിങ്ങൾ എവിടെ വെച്ച് അവരെ കണ്ടുമുട്ടിയാലും അവരെ നിങ്ങൾ പെരുമാറണം. ഞാൻ എൻ്റെ 28, 30, 40 കൊല്ലത്തിന് മുമ്പ് പഠിച്ച ആളുകൾ പോലും എൻ്റെ ഓഫീസിൽ ഞാൻ എത്ര അലച്ചിലിൻ്റെ നടുവിലിരുന്നാലും അവരുടെ ടെലിഫോൺ വന്നാൽ ഞാൻ എടുക്കും. ഒരിക്കലൊരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, നീ മറ്റൊരു സുഹൃത്തിനെ രാത്രിയിൽ ഫോൺ ചെയ്ത് തെറി വിളിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അവൻ നിൻ്റെ ക്ലാസ്മേറ്റാണ്. അത് നൽകുന്നൊരു വാത്സല്യത്തിൻ്റെ കമ്പിളി പുതപ്പുണ്ട്. ആ പുതപ്പിൻ്റെ അടിയിൽ നിങ്ങൾ ചുരുണ്ടു കൂടുമ്പോൾ അവിടെ അശ്ലീലത്തിന് യാതൊരു പ്രാധാന്യമില്ല. നീ ആ പരിപാടി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്കും നിങ്ങൾ കുട്ടികൾക്കും നിങ്ങൾക്കത് പിന്തുടരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടേക്ക് എന്നെ വിളിച്ച നമ്മുടെ കേരള വിഷയിലെ എല്ലാ സഹോദരങ്ങളെയും ഞാൻ സന്തോഷത്തോടെ അവർക്കൊരു ആശംസയും പറഞ്ഞുകൊണ്ട് എൻ്റെ വണ്ടി ഇനി അടുത്ത എങ്ങോട്ടാണ് ഓടുന്നതെന്ന് കൂടി അവരെന്നോട് പറയണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ വിജയാശംസകൾ ഞാൻ നേരുന്നു. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ റീജിയണൽ ഹെഡായിട്ടുള്ള ദീപക് ധർമ്മടത്തെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. തിരൂർ അക്ഷരത്തെയും സർഗസാധനയും സ്നേഹിക്കുന്നൊരു മണ്ണായതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ വളരെ നന്ദി. താങ്ക് യു. ഗുഡ് ബൈ.